പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. ISL 11ാം സീസണിലെ 12ാം മത്സരത്തിനായി നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിയാൽ മാത്രമേ മോഹൻ ബഗാനെ വീഴ്ത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ മോഹൻ ബഗാന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നതെന്നതും അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്താൻ സാധിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിൽ നല്ല ആത്മവിശ്വാസം നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 10ാം സ്ഥാനത്തുള്ള ഒരു ടീം 1ാം സ്ഥാനക്കാരെ വീഴ്ത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ലതുപോലെ തന്നെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ ഒരു വമ്പൻ തിരിച്ചറിവ് തന്നെ നടത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. എന്തായാലും പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കും മുമ്പ് ഇരു ടീമുകളും ആകെ എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടി എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ആകെ 8 മത്സരങ്ങളാണ് മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 6 മത്സരത്തിലും വിജയിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. ഒറ്റ മത്സരത്തിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ സീസണിലാണ് എന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കൂടാതെ ഒരു മത്സരം സമനിലയിലും അവസാനിച്ചു. എന്തായാലും പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എന്തായാലും 4-2-3-1 ഫോർമേഷൻ തന്നെയായിരിക്കും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഫോർമേഷനായി ഉപയോഗിക്കുക. എന്നാൽ ലൈനപ്പിലേക്ക് എത്തുമ്പോൾ ആദ്യ 11-ൽ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ ഡിഫൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് ആയിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡിഫൻസിൽ അവിടെ പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ 2 സെന്റർ ബാക്കുകളായി പ്രീതം കോട്ടാലും അതുപോലെ തന്നെ ഹോർമി പംറോയ്വയും അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും റൈറ്റ് ബാക്കിൽ പ്രബീർ ദാസിനെയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പ്രബീർ ദാസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ഡിഫൻസിലേക്ക് ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക ഫ്രെഡിയും അതുപോലെ തന്നെ അലക്സാണ്ടർ കൊയ്ഫും ആയിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കളിക്കുക ഇടത് വിങ്ങിൽ നോവാസുദോയും അതുപോലെ തന്നെ വലത് വിങ്ങിൽ സിംഗും ആയിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗോളുകൾ അടിച്ചു കൂട്ടാനായി ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ടോപ്പ് സ്കോററായ ജീസസ് ഡിവിനസും ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തേക്കുക. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരത്തിന്റെ സ്കോർ എന്താകുമെന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ മികച്ചൊരു വിജയം തന്നെ നേടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.